ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ 4 പേരും കൂടി ഒന്ന് കറങ്ങാൻ പോകാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ കാറിൻ്റെ മുകളിൽ ഒരാളേനെ ശ്രദ്ധപ്പെട്ടത്. എന്താ കണ്ടോ, ആൾ ഓടി കളിക്കാനിട്ട് എങ്ങോട്ട് ചാടണം എന്നറിയാതെ പാവം കണ്ടില്ല കേട്ടോ. ഞങ്ങൾ കണ്ടില്ലായിരുന്നു. കാർ എടുത്തതിൻ്റെ ശേഷം കേട്ടോ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ആൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടുന്നോ പുറത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആളെ കണ്ടില്ല കേട്ടോ. ആൾ എവിടെയോ ചാടിപ്പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അവർ കുറേ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് മഴയായിരുന്നില്ലേ. അപ്പോൾ വേറെ എങ്ങോട്ടും അല്ല ഞങ്ങൾ പോകുന്നത്, ഭാരതപ്പുഴ കാണാനാണ് കേട്ടോ. നല്ല വെള്ളമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ 2-3 ദിവസം മുന്നത്തെ വീഡിയോ ഉണ്ട്, ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും നല്ല വെയിലല്ലേ. അപ്പോൾ ഞങ്ങളിതവിടെ പട്ടാമ്പി എത്തിയിട്ടുണ്ട്. പട്ടാമ്പി ഇന്ന് തിരക്ക് കുറവാണ് പൊതുവേ, അല്ലെങ്കിൽ നല്ല തിരക്കാവാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ടൈമിൽ ഞങ്ങളൊരു ഇറങ്ങിയത് ഒരു 3 മണി സമയത്താണ്. അതുകൊണ്ടാണ് തോന്നുന്നു വലിയ തിരക്കില്ല. വൈകിട്ടാകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും ടൗണിലൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ പട്ടാമ്പി കമാനം കഴിഞ്ഞ് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്പ്രം റോഡുണ്ട്. അതിന് കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്പ്രം റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് കൂടെ ഉള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, പുഴ നിറഞ്ഞൊഴുകിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതിനെക്കാട്ടിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഒരു 2 ദിവസം മുന്നേ. ഇപ്പോൾ ഒന്ന് താന്നിക്കുകയാണ്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയായിട്ട് ഒരു തടന ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതാ അവിടെ കാണുന്നു, അവിടെ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി അടുത്തുനിന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കി. ഇതാ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി അടുത്തുനിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ, റോഡിൻ്റെ സൈഡൊന്നും. അതൊക്കെ അവിടെ കെട്ടിപ്പടുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ പോകുമ്പോൾ വാഹനങ്ങൾ ശ്രദ്ധിച്ച് പോകാൻ അവിടെ എഴുതിയിട്ടുണ്ട്. കാരണം ചെറുതായിട്ടൊക്കെ മണ്ണിടിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളതൊക്കെ കണ്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ചങ്ങനാംകുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ചങ്ങനാംകുന്നാണ്. അവിടെ ഒരു ജലസേചന വകുപ്പിൻ്റെ ചെറിയൊരു പദ്ധതിയൊക്കെ ഉണ്ട്. ഒരു ഷട്ടറൊക്കെ ഇട്ട് ചെറിയൊരു പാലമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. പോകുന്ന വഴിയിൽ പാടും, 2 സൈഡ് പാടാണ്, അതിൻ്റെ നടുവിൽ കൂടെ റോഡ്, പിന്നെ റെയിൽ പാളുണ്ട് അടുത്ത് കൂടെ. അപ്പോൾ സംഭവം അതൊക്കെ ഇങ്ങനെ കണ്ടു പോകുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്ന പരിപാടിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ കാണുന്ന റോഡില്ലേ, ഈ കാണുന്ന റോഡിൻ്റെ അപ്പുറത്താണ് ഞങ്ങളുടെ വീട് കേട്ടോ. പക്ഷേ ഇത് ചങ്ങനാംകുന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ മക്കൾക്കത് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കാറെടുത്ത് പട്ടാമ്പി കൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കൾ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, വെള്ളം എങ്ങനെയായിരിക്കും, എനിക്ക് കുളിക്കണം എന്നൊക്കെ ചെറിയ ആൾ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളത് കളിയാക്കുന്നുണ്ട്, ഇപ്പോൾ കുളിച്ചത് അറബിക്കടലിൽ എത്തുന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പോകുന്ന വഴിയിലാണ് ഒരു പറമ്പിലൊരു വീട് കണ്ടത് കേട്ടോ. അതിൽ നിറയെ പണിക്കാരുണ്ട്. അപ്പോൾ ഈ പറമ്പിൽ പണിക്ക് വന്നവരാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞ സ്ഥലത്ത് എത്തിയതാ. ചങ്ങനാംകുന്നത്ത് പാലം അവിടെ കാണുന്നുണ്ട് കേട്ടോ. നീല നിറത്തിൽ കാണുന്നുണ്ട്, പുഴയ്ക്ക് കുറുകയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചങ്ങനാംകുന്ന് ഒരു അമ്പലം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ കാറൊക്കെ നിർത്തി ഇറങ്ങി. ഇതാ ചങ്ങനാംകുന്നത്തെ അമ്പലം എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ. ഈ ടൈം ആയതുകൊണ്ട് അമ്പലം തുറന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ കയറിയില്ല. പിന്നെ ഇതാ അവിടെ അതിൻ്റെ ജലസേചനത്തിൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ജലസേചന വകുപ്പിൻ്റെ ഒരു ബോർഡ് ഉണ്ട് ഇതാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നടക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് കേട്ടോ. രാവിലെ മുതൽ തന്നെ പുഴ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വേഗം കുടയൊക്കെ എടുത്ത് പിടിച്ചിട്ടാണ് പോകുന്നത്. ചെറുതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ചെറിയൊരു തുള്ളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ പോണ വഴിക്ക് ഒരാളവിടെ ചാണകം ചവിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് മേലേക്ക് നോക്കി നടക്കരുത് എന്ന് പറയുന്നത്. ചാണകം ചവിട്ടിയപ്പോൾ ചെറുതായിട്ട് ചെരുപ്പിൻ്റെ തലപ്പത്തേക്കായി. അപ്പോൾ അവിടെ ഉള്ള ചെറിയ വെള്ളം കൊണ്ട് ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴുകി. അപ്പോൾ ആൾക്ക് എന്തോപോലെ ആയി. അപ്പോൾ ഇതാണ് പുഴയുടെ അടുത്ത് പാലുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഇന്നേക്ക് വെള്ളം കുറച്ച് ഇറങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെയൊക്കെ. അവിടെ ചെന്നപ്പോഴാണ് കുറേ മുതിർന്നവരും കുട്ടികളൊക്കെ മീൻ പിടിക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ മീൻ പിടിക്കുന്ന ഒരു കുട്ടിയോട് ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചേടാ, മീൻ വല്ലതും കിട്ടുന്നുണ്ടാടാ? കിട്ടുന്നുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ. ചെറിയ മീനായിരിക്കും, എന്നാലും ഇത് അവർക്കൊരു രസമല്ലേ. ഇത് കണ്ടപ്പോൾ 2 പിള്ളേരും പറഞ്ഞു ഞങ്ങൾക്കും മീൻ പിടിക്കണേന്ന്. അപ്പോൾ ഒരു ദിവസം കൊണ്ടുപോവാം, മീൻ പിടിക്കാനുള്ളതൊക്കെ വാങ്ങി തന്നിട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സെറ്റാക്കി. നല്ല മഴക്കാറുണ്ട് കേട്ടോ. അതോ കണ്ടോ, നല്ല ഇരുണ്ട മേഘങ്ങളാണ് നിൽക്കുന്നത്. മഴ പെയ്ത് എന്തായാലും ഞങ്ങളുടെ കുടയൊക്കെ പറന്നു പോകുന്നുള്ളത് ഉറപ്പാണ്. കാരണം തുറസായ സ്ഥലമല്ലേ. അതിൻ്റെ ഇടയിൽ വാമി നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അവൾ ആസ്വദിച്ച് നിന്ന് പാടുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ടോ. ആ സമയത്തും ചെറിയൊരു ചാറിലേ ഉണ്ടായിരുന്നുള്ളൂ. പാലത്തിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ആ പുഴയുടെ ഭീകരത മനസ്സിലായത് കേട്ടോ. ഞങ്ങളങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് ഒരാൾ ആ മതിലിൻ്റെ മുകളിൽ കയറി വരുന്നത് കണ്ടോ. മീൻ പിടിക്കാൻ വരാണ് കേട്ടോ, ചൂണ്ടൊക്കെ ഇട്ട്. പക്ഷെ ഇത്രയും റിസ്ക് എടുത്ത് മീൻ പിടിക്കണമെന്നാണ് ഞങ്ങൾ അപ്പം ആലോചിച്ചത് കേട്ടോ.
അധിക നേരമൊന്നും കണ്ടെക്കാൻ പറ്റിയില്ലേ. അവന് മീൻ കിട്ടിയോന്നും അറിയില്ല, പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങും ചെയ്തു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കണ്ടപ്പോൾ പേടിയായി. പിന്നെ ഈ പാലം എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്നത് പാലക്കാടാണ്, പാലക്കാട് ജില്ലയിലാണ്. അതിൻ്റെ പാലത്തിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ. ഞങ്ങളിവിടുന്ന് കുറച്ച് ഭാഗം ഒന്ന് അങ്ങോട്ട് നടന്നു കേട്ടോ. നടന്നിട്ട് ജസ്റ്റ് ഷട്ടറിൻ്റെ ഇത് എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ നോക്കി എല്ലാ ഷട്ടറുകളും പൊന്തിച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ അധികം അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയായി കണ്ടപ്പോൾ തന്നെ. കാരണം നല്ല വെള്ളമുണ്ട്. നമ്മൾ അപകടങ്ങൾ നമ്മളായിട്ട് വിളിച്ചു വരുത്തണ്ടല്ലോ. മക്കളാണെന്ന് വെച്ചാൽ ചെറുതായിട്ട് എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ വീട്ടിലേക്കൊന്നുമല്ല ഞങ്ങൾ നേരെ പോയത്. പിന്നെ പട്ടാമ്പി വീണ്ടും ഞങ്ങളൊന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഒരുപാട് പിള്ളേർ ചൂണ്ടൊക്കെയായിട്ട് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലമാണ്, കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.